കിഡീസ് മലയാളം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? വ്യഞ്ജനാക്ഷരങ്ങളിൽ ആദ്യത്തെ അക്ഷരം കാ കൊണ്ടുള്ള 3 വാക്കുകൾ എഴുതാനും വായിക്കാനും പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഈ ക്ലാസ്സിൽ കാ ഇക്ക വെച്ചിട്ടുള്ള 3 വാക്കുകൾ എഴുതാനും വായിക്കാനും കൂട്ടുകാരെ പഠിപ്പിക്കാം. നോക്കിയാലോ നമുക്ക്. ഇത് എന്തക്ഷരാണിത്? ഖായാണല്ലേ ഇത്. വ്യഞ്ജനാക്ഷരങ്ങളിലെ 2ാമത്തെ അക്ഷരാണല്ലേ. നമുക്ക് നോക്കാം ഖാ വെച്ചിട്ട് എഴുതാൻ പറ്റിയ വാക്കുകള്. ഖ, ന, നം. കൂട്ടി വായിച്ചു നോക്കിക്കേ. ഖ, ന, ന. ഇതെന്ത് ചിഹ്നാണത്? അമ്മിന്റെ ചിഹ്നാണല്ലേ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അതെല്ലാം. ഖ, ന, ന, അം. എങ്ങനെ വായിക്കും? ഖനനം. ഓക്കെ അല്ലേ? അടുത്ത അക്ഷരം എന്താണ്? ഇതെങ്ങനെ വായിക്കുന്നേ? ഇതെന്തക്ഷരാണ്? മാ എഴുതി ഊട ചിഹ്നയിട്ട് ഖാ എഴുതി അമ്മിട്ട് കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പൊ എങ്ങനെ വായിക്കും? മാ എഴുതി ഊട ചിഹ്നയിടുമ്പോ എങ്ങനെ വായിക്കുന്നേ? മു, ഖ, അം, മുഖം. ഇതില് ഖ എവിടാ വരുന്നത്? ഇവിടെ വരുന്നല്ലേ. ഫസ്റ്റത്തതിൽ എവിടാ വരുന്നത്? ആദ്യം തന്നെ വരുന്നുണ്ട്. ഖ, ന, ന, അം. ഖനനം. പിന്നെ എന്താണ്? മാ, ഊ, ഖ, അം, മുഖം. ഓക്കെ ആണോ? അടുത്ത വാക്ക് നോക്കാം നമുക്ക്. ശ്രദ്ധിച്ചിരിക്കണേ. ഖ, ജ, ന, വ. എങ്ങനെ വായിക്കുന്നേ? ഖ, ജ, ന, വ എഴുതി ചന്ദ്രക്കല ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളല്ലേ. അപ്പൊ എങ്ങനെ വായിക്കും? ഖജനാവ്. ഖ, ജ, ന, ആയുടെ ചിഹ്നം വ എഴുതി മേലിൽ നമ്മൾ ചന്ദ്രക്കല ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെ വായിക്കുന്നേ? ഖജനാവ് അല്ലേ. അപ്പോ ഖ വെച്ചിട്ടുള്ള 3 വാക്കുകളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയായിരുന്നു? ഖനനം, ഖ, ന, ന, അം. എങ്ങനെ വായിക്കും? ഖനനം. 2ാമത്തെ എന്താണ്? മാ എഴുതി ഊട ചിഹ്നയിട്ട് ഖായിട്ട് അമ്മിട്ട് കൊടുക്കുന്നുണ്ടല്ലേ. അപ്പൊ എങ്ങനെ വായിക്കും? മുഖം. അടുത്ത എന്താണ്? ഖജനാവ്. ഖ, ജ, ന, വ. വ എഴുതി ചന്ദ്രക്കല ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെ വായിക്കുന്നേ? ഖജനാവ്. ഖനനം, മുഖം, ഖജനാവ്. നോട്ട്ബുക്കിലേക്ക് ഒന്ന് എഴുതിയെടുക്കാവോ കൂട്ടുകാരെ? ഇഷ്ടായോ? വീഡിയോ ഇഷ്ടായോ? ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പൊ ഇത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു. ഹായ് കൂട്ടുകാരെ, കിഡീസ് മലയാളം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്തൊക്കെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? വ്യഞ്ജനാക്ഷരങ്ങളിൽ ആദ്യത്തെ അക്ഷരം കാ വെച്ചിട്ടുള്ള 3 വാക്കുകളും ഖാ വെച്ചിട്ടുള്ള 3 വാക്കുകളും എഴുതാനും വായിക്കാനും കൂട്ടുകാരെ പഠിച്ചില്ലേ? അടുത്ത അക്ഷരം എന്താണ്? വ്യഞ്ജനാക്ഷരത്തില് ഗായാണ്. ഗാ കൊണ്ടുള്ള 3 വാക്കുകൾ നമ്മൾ ഈ ക്ലാസ്സിൽ എഴുതാനും വായിക്കാനും പഠിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? നമുക്ക് നോക്കിയാലോ. ഇതെന്തക്ഷരാണ്? ഗായാണല്ലേ. അപ്പോ വ്യഞ്ജനാക്ഷരങ്ങളില് 3ാമത്തെ അക്ഷരാണിത്. എന്തക്ഷരാണ്? ഗാ. ഗാ വെച്ചിട്ടുള്ള 3 വാക്കുകളൊന്ന് പറയാവോ കൂട്ടുകാര്? ഗാ എഴുതി അമ്മിന്റെ ചിഹ്നയിട്ട് വീണ്ടും നമ്മൾ ഗാ എഴുതുന്നുണ്ടല്ലേ. എങ്ങനെ വായിക്കുന്നേ?
ഗംഗ. ആണോ? നോക്കിക്കേ, ഗ എവിടാ വരുന്നേ? ഫസ്റ്റ് തന്നെ വരുന്നുണ്ടല്ലേ. ഗ എഴുതി അമ്മിൻ്റെ ചിഹ്നയിട്ട് വീണ്ടും നമ്മൾ ഗ എഴുതുമ്പോൾ എങ്ങനെ വായിക്കും? ഗംഗ. ഒന്ന് നോക്കിക്കേ, അങ്ങനെ തന്നെ ആണോ എന്ന് കൂട്ടുകാർക്കൊന്ന് ബുക്കിലേക്ക് എഴുതി എടുക്കാൻ പറ്റുമോ? ഗംഗ. ഓക്കെ അല്ലേ? അടുത്ത വാക്ക് എഴുതിയാലോ? ശ്രദ്ധിച്ചിരിക്കണേ. ഇതെന്താണ്? ഒന്ന് തന്നെ ഒന്ന് വായിക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കിക്കേ. ആദ്യത്തെ അക്ഷരം എന്താണ്? ഗായാണ്. ഇതെന്താണ്? ഊടെ ചിഹ്നമാണ്. നമ്മൾ സ്വരചിഹ്നങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ് അല്ലേ? നോക്കിയിരുന്നേ. ഗു ഹ. ഹായല്ലേ അത്? കൂട്ടി ഒന്ന് വായിച്ച് നോക്കിക്കേ, എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാലോ. ഗുഹ. ആ, ശരിയാണ് കേട്ടോ. അപ്പോൾ ഗ വെച്ചിട്ടുള്ള എത്ര വാക്കുകൾ നമ്മൾ പഠിച്ചു? ഗംഗ, ഗുഹ. അടുത്തൊരു വാക്ക് കൂട്ടുകാർ തന്നെ ഒന്ന് പറഞ്ഞേ, നമുക്ക് നോക്കിയാലോ ശരിയാണോ എന്ന്. എന്താണ്? ഗംഗ, ഗുഹ, ഗം ഭീ രം. ഗംഭീരം എന്നുവെച്ചാൽ എന്താ? സൂപ്പറായിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയില്ലേ നമ്മൾ? അതിന് മലയാള വാക്കാണല്ലേ ഇത്. ഗംഭീരം. ഗ എഴുതി അമ്മിൻ്റെ ചിഹ്നയിട്ട് ഭ എഴുതി ഈ ഗംഭീ. രാ എഴുതി അമ്മിട്ട് കൊടുക്കുന്നുണ്ടല്ലേ. അപ്പം എങ്ങനെ വായിക്കും? ഗംഭീരം. ഓക്കെ ആണോ? ഒന്നുകൂടെ വായിച്ച് നോക്കാം നമുക്ക്. ഗ കൊണ്ട് ഗംഗ, ഗുഹ, ഗംഭീരം. നോട്ട്ബുക്ക് എടുത്തേ എല്ലാവരും. 2 ലൈൻ ബുക്ക് എടുത്തിട്ട് വേഗം ഒന്ന് എഴുതിയെടുത്തേ. ഇത്രയും നല്ല വൃത്തിയായിട്ട് എഴുതണം കേട്ടോ. ഗ എന്ന് എഴുതി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു? കാ വെച്ചിട്ടുള്ള 3 വാക്കുകൾ. അത് എഴുതിയ പേപ്പർ ഇപ്പുറത്തേക്ക് മറിക്കുക. അടുത്തതിൽ എന്തായിരുന്നു? ഖ വെച്ചിട്ടുള്ള വാക്കുകൾ ആണോ? അടുത്തത് എന്താണ്? ഗ വെച്ചിട്ടുള്ള 3 വാക്കുകളാണല്ലേ. അതൊന്ന് കൂട്ടുകാർ വേഗം ബുക്കിലേക്ക് എഴുതിയെടുത്തേ. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ടീച്ചർ നോക്കും കേട്ടോ. കാണാതെ എഴുതാനും വായിക്കാനും എല്ലാം പഠിച്ചിട്ട് വരണം എൻ്റെ മക്കള്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.